ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തം. പുതിയ ബ്ലോക്കിലെ ടെറസിന് മുകളിൽ AC പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേനയുടെ കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലെ രോഗികൾക്കും ജീവനക്കാരും സുരക്ഷിതരാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അനഘ ചേരുന്നുണ്ട് കൃത്യമായി തന്നെ ബേബി മെമ്മോറിയലിന് മുന്നിൽ നിന്ന്. അനഘ പറയൂ, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ് അനഘ? ശ്യാം, ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തേക്ക് വിടാനുള്ള വിവരം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ആശുപത്രിയുടെ ഏറ്റവും മുകളിലുള്ള അവിടെയാണ് തീ ആദ്യം ഉയർന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ പുകയുയരുന്ന സാഹചര്യം ഒന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഫയർഫോഴ്സ് യൂണിറ്റ് ഇപ്പോഴും അവിടെ തീ പൂർണ്ണമായും ഫയർഫോഴ്സ് യൂണിറ്റ് പ്രദേശത്തുണ്ട്. അവർ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും മറ്റ് നടപടികളൊക്കെ തന്നെ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള നിലവിൽ ആശുപത്രി അധികൃതർ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 9:20 സമയത്ത് 9th ഫ്ലോറിൽ രോഗികളൊന്നും കിടക്കാത്ത ഭാഗം ടെറസാണ്. അവിടെ ഓപ്പൺ ടെറസാണ്. അവിടെയാണ് നമ്മുടെ AC പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി. പെട്ടെന്നൊരു ഫയർ വന്നു. അവിടെ നിന്ന് ഫയർ വന്നു. ഉടനെ നമ്മുടെ ഹോസ്പിറ്റൽ അവിടെ തന്നെയുള്ള മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റുള്ള സ്റ്റാഫ് ഞങ്ങളുടെ ഫയർ ടീം അവിടെ എത്തി. തീ ഇനീഷ്യൽ തന്നെ നമുക്ക് അണയ്ക്കാൻ പറ്റും. ആ പുക കണ്ടു നിൽക്കുന്ന തീ കത്തിയിട്ടുള്ള അവിടെ AC പ്ലാന്റിന് പുതുതായിട്ട് ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. അതിന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾക്കാണ് പിടിച്ചത്. നമ്മുടെ സ്റ്റാഫ് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഫയർ ടീം തന്നെ കംപ്ലീറ്റ് ഫയർ ഒക്കെ എക്സോസ് ചെയ്തു. ബട്ട് ഫയർ സർവീസ് ടീമും വന്നു. ഇപ്പോൾ എല്ലാം എവരിത്തിങ് അണ്ടർ കൺട്രോൾ. പേഷ്യൻസ് അവിടെ ചെറിയ സ്പാർക്ക് ഉണ്ടായി ഇപ്പോഴത്തെ ലെവൽ പറയാൻ പറ്റത്തുള്ളൂ. വർക്ക് നടക്കുന്നുണ്ട്. AC പ്ലാന്റ് വർക്ക് നടക്കുന്നുണ്ട്. ആ സമയത്തുണ്ട്. എവിടെയും സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഇത് 9ാം നിലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. രോഗികളില്ലാത്ത ഭാഗമാണ് അവിടെ. 8ാം നിലയിലെ പേഷ്യൻസിനെ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്. പക്ഷേ അവിടെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇത് സാപ്പൻ്റെ ഒരു ചെറിയൊരു ഏരിയ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എവരിത്തിങ് ഇസ് അണ്ടർ കൺട്രോൾ. തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരൊക്കെ രോഗികളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയ രോഗികളെ പുറത്തല്ല കൊണ്ടുപോയത്. തൊട്ട് താഴെയുള്ള ഒഴിവുള്ള ബെഡിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിന്റെ പുറത്ത് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ തന്നെ AC പ്ലാന്റിന്റെ പുതിയ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. ചില്ലറിന്റെ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. സ്പാർക്ക് ഉണ്ടാവും. ആ ഭാഗത്ത് സ്പാർക്ക് ഉണ്ടായി. ഇല്ല, അത് നോക്കണം. അതിപ്പോൾ എന്തായാലും അന്വേഷിക്കുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഫയർ കൺട്രോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നു ഒരു ഭാഗത്ത് രോഗികളെ മാറ്റേണ്ട സാഹചര്യം ഇല്ല. പക്ഷെ ഞങ്ങൾ മാറ്റി. തൊട്ട് താഴെയുള്ള ഫ്ലോർ ഞങ്ങൾ പ്രിക്കോഷൻ നൽകി ഞങ്ങൾ അവരൊന്ന് മാറ്റി. എല്ലാം പുകവല്ല. ഹോസ്പിറ്റൽ പുറത്തേക്ക് നിലവിൽ ഏതെങ്കിലും ഭാഗത്ത് പ്രവർത്തനം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടോ? ഒന്നുമില്ല. ഹോസ്പിറ്റൽ ഫുൾ സ്വിംഗ് നടക്കുന്നത് ഒന്നുമില്ല. എല്ലാം ആ സ്പാർക്കിന്റെ പക്ഷേ ബാക്കി അന്വേഷിക്കണം എന്താ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും ഇതിപ്പോ സെറ്റിൽ. 9th ഫ്ലോറിൽ എല്ലാ അനുമതിയും എല്ലാ പ്രോട്ടോക്കോളും ചെയ്തിട്ട് എല്ലാം ഉണ്ട്. ഫയറിന്റെ എല്ലാം ഏറ്റവും ടോപ്പിൽ അത് വെക്കുക. അനഘ, എന്താണ് വ്യക്തത? എന്താണ് കാരണം എന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല. അതിലേക്ക് കൂടുതൽ അന്വേഷണം വരുന്നു എന്നാണ് പറയുന്നത്. അനഘ, തുറന്നോളൂ. ശ്യാം, നിലവിൽ ആശുപത്രി അധികൃതരാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ആശുപത്രിയിലെ ഈ AC ഉണ്ടായിരുന്ന മുറി അവിടെയാണ് തീ പടർന്നത് എന്നാണ് പറയുന്നത്. അതായത് അവിടെ AC റിപ്പയറുമായി ബന്ധപ്പെട്ട് ആ റൂമിൽ അതുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നുണ്ടായിരുന്നു. വെൽഡിംഗ് ജോലി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ എന്താണ് ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്ന ഇതിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ ആശുപത്രിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആഭ്യന്തര അന്വേഷണം ഉണ്ടാകും എന്നുകൂടിയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ 9:30 ഈ AC സ്ഥാപിച്ചിരുന്ന ആ ബ്ലോക്കിൽ നിന്ന് തീ പടർന്നത്. ആദ്യഘട്ടത്തിൽ ചെറിയ പുകയാണ് പടർന്നതെങ്കിൽ പിന്നീട് വലിയ രീതിയിൽ തീ വ്യാപിക്കുകയായിരുന്നു. പക്ഷേ നിലവിലെ ഈ ആശുപത്രി അധികൃതർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മറ്റ് ബ്ലോക്കുകളിലേക്ക് ഒന്നും തന്നെ തീ പടർന്നിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഈ തീപിടുത്തം ഉണ്ടായതിന് ആ മുറിയിൽ ആ പ്രദേശത്തിന് തൊട്ടടുത്ത് ഒരു വലിയ ബ്ലോക്കുണ്ട്. പക്ഷേ ആ ബ്ലോക്കിൽ രോഗികളോ മറ്റ്
മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവിടെ നിന്ന് ഏറ്റവും താഴത്തെ നിലയിലുള്ള രോഗികളെ പോലും അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ സുരക്ഷയെ കണക്കാക്കിയാണ് അവിടെ നിന്ന് രോഗികളെ മാറ്റിയത് എന്നുകൂടിയാണ് ആശുപത്രി അധികൃതർ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെയൊരു കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് വലിയ ആശങ്കയോടെയാണ് രോഗികളും മറ്റുമൊക്കെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തും എന്നുകൂടി ആശുപത്രി അധികൃതർ പറയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും മുകളിലുള്ള ആ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. അതിനുശേഷം അതിന് താഴെ നിരവധി ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകളിൽ നിന്നൊക്കെ തന്നെ ഈ രോഗികളെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ കൃത്യമായി അവരുടെ സുരക്ഷയെ മുൻനിർത്തി അവിടെ നിന്ന് മാറ്റി. എല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആ ബ്ലോക്കിലേക്ക് തീ പടരുന്ന സാഹചര്യമോ പുക ഉണ്ടാകുന്ന സാഹചര്യമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രിയിലെ ജീവനക്കാരും ആശുപത്രിയിലെ തീ അണയ്ക്കുന്ന സംവിധാനങ്ങളും ഉപയോഗിച്ചായിരുന്നു തീ അണച്ചിരുന്നത്. അതിനുശേഷമാണ് പിന്നീടാണ് ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ സ്ഥലത്തേക്ക് എത്തിയത്, തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തിയത് എന്നുള്ളതാണ്. നിലവിൽ 5ലധികം യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അവർ ഇവിടെ തുടരുന്നുണ്ട്. മുകളിലെ നിലയിലെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കൃത്യമായൊരു നിരീക്ഷണം ആവശ്യമാണ്. എന്ത് ഇതിലാണ് ആ തീ പടർന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇപ്പോഴും പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. നിലവിൽ ആ ബ്ലോക്കിൽ നിന്ന് മാറ്റിയ രോഗികളെ തിരിച്ച് അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അതായത് തീപിടുത്തമുണ്ടായതിനോട് ചേർന്നുള്ള വാർഡുകളിൽ ഉണ്ടായിരുന്ന രോഗികളെയും ഒക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അവരെ ഇപ്പോഴും സുരക്ഷിതമായി മറ്റൊരിടത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. അവരെ തിരിച്ച് ആ ബ്ലോക്കിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ രോഗികളെ തിരിച്ച് അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നഗരമധ്യത്തിലെ ഏറ്റവും അധികം രോഗികൾ എത്തുന്ന ഒരു പ്രധാന ആശുപത്രിയാണിത്. നഗരമധ്യത്തിലായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ ഫയർ യൂണിറ്റിന് ഈ ആശുപത്രിയിലേക്ക് എത്താനും ഇത്ര വേഗം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ വലിയൊരു തീപിടുത്തത്തെ അതിൽ നിന്ന് ആശുപത്രിയെ രക്ഷിക്കാനും സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അത്തരത്തിലൊരു ഇടപെടൽ ആശുപത്രിയിലെ ജീവനക്കാരുടെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും ഒക്കെ ദ്രുതഗതിയിലുള്ള ഇടപെടൽ കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഏറ്റവും മുകളിലത്തെ നിലയോട് ചേർന്ന് തൊട്ടടുത്ത നിലയിൽ രോഗികളും മറ്റുമൊന്നും ഇല്ലെങ്കിൽ പോലും അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് ബ്ലോക്കുകളിലൊക്കെ തന്നെ രോഗികളുണ്ട്, കൃത്യമായ വാർഡുകളാണ്. അങ്ങനെ അവിടേക്കൊക്കെ പുക പോലും എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ആശുപത്രിയിലുള്ളത് രോഗികളാണ്. അവർക്ക് വലിയ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫയർ യൂണിറ്റ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണം നടത്തും എന്നുള്ളതാണ്. ഈ ബ്ലോക്കിൽ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായ അവിടെ ഈ വെൽഡിംഗ് വർക്കുകളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ കാര്യമായിരിക്കാം തീപിടുത്തത്തിന് കാരണം എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൽ കൂടി വരും മണിക്കൂറിൽ ഇലക്ട്രിസിറ്റി അധികൃതരൊക്കെ എത്തിക്കൊണ്ട് ഒരു പരിശോധനയൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്കതിൽ കൃത്യമായൊരു വ്യക്തത വരുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ ആശുപത്രിയിലെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ നഷ്ടമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ രോഗികളും മറ്റുമൊക്കെ തന്നെ സുരക്ഷിതരാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്യാംബാബു. യെസ്, അനഘ ഹർഷനാണ് കൃത്യമായ വിശദാംശങ്ങൾ നൽകിയത്.